മലപ്പുറം വളവന്നൂർ കുറുങ്കാട് കൊലവിളി പ്രസംഗവുമായി CPM നേതാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8ാം വാർഡിന്റെ വിജയാഘോഷ പരിപാടിയിലാണ് മുൻ മെമ്പറും CPM നേതാവുമായ വി ഫൈസലിന്റെ കൊലവിളി പ്രസംഗം. തങ്ങൾക്ക് നേരെ വന്നാൽ കയ്യും കാലും വെട്ടുമെന്നാണ് ഭീഷണി. ഈ കോട്ട വെട്ടിക്കുവാൻ നാറികളെ ഒരിക്കൽ കൂടി പറയാണ്, തെരുവ് നാറികളെ, ഇനി എങ്ങാനാ ആട്ടുതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടി ഞങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. യൂനുസ് അഹമ്മദാണ് ചേരുന്നത്. യൂനുസ്, ഓരോ തെരഞ്ഞെടുപ്പിലും ഫലം വന്നു കഴിഞ്ഞാൽ ഇത്തരം കൊലവിളി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷത്തിനിടയിൽ പല ഭീഷണി പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ കൊലവിളി പ്രസംഗങ്ങളും പൊതുവെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ മലപ്പുറത്ത് അതിരൂക്ഷമായി ഈ കൊലവിളി പ്രസംഗവും അതോടൊപ്പം തന്നെ ഈ അധിക്ഷേപ പരാമർശവും ഉണ്ട് എന്നുള്ളതാണ്. മലപ്പുറം വളവന്നൂർ പഞ്ചായത്തിലെ ഈ കുറുങ്കാടിലാണ് ഈ CPM നേതാവ് ഇപ്പോൾ ഒരു കൊലവിളി പ്രസംഗവുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. ഈ 8ാം വാർഡ്, അവിടെ 8ാം വാർഡ് വലിയ ശക്തമായ മത്സരം നടന്നതായിരുന്നു. ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്ന രീതിയിലായിരുന്നു പ്രചാരണം. ആ ഒരു പ്രചാരണത്തിൽ വീണ്ടും അവിടെ LDF 8ാം വാർഡ് നിലനിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ആ വിജയാഘോഷ പരിപാടിയിലാണ് ഈ CPM നേതാവായ വി ഫൈസൽ ഈ ഒരു ഭീഷണി മുഴക്കിയത്. മുൻ മെമ്പർ കൂടിയാണ്, ആ വളവന്നൂർ പഞ്ചായത്തിലെ മുൻ മെമ്പർ കൂടിയാണ്, CPMന്റെ പ്രാദേശികമായ പ്രധാന നേതാവ് കൂടിയാണ്. അദ്ദേഹം പറയുന്നത് കയ്യും കാലും വെട്ടി ചെങ്കൊടി നാട്ടുമെന്നാണ് അദ്ദേഹം ഈ ഒരു ഭീഷണി മുഴക്കുന്നത്. പ്രധാനമായി ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവും, നിരവധി തെറികളും അദ്ദേഹം പറയുന്നുണ്ട്, അധിക്ഷേപമായ പരാമർശം പറയുന്നുണ്ട്, മരണപ്പെട്ടവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ലീഗ് നേതാക്കളെ അധിക്ഷേപിക്കുന്നുണ്ട്. നിരന്തരമായി ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. വളരെ ഭീഷണിയാണ് ഇപ്പോൾ നിരന്തരമായി ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ UDF നേതാക്കൾ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ നമ്മെ അറിയിക്കുന്നത്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം വളാഞ്ചേരിയിലും മറ്റു പലയിടങ്ങളിലും ഈ കൊലവിളി പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണി പ്രസംഗങ്ങളും ഇപ്പോഴും തുടരുകയാണ്. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.